ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള ആദരസൂചകമായി എല്ലാ നേതാക്കളും ഇവിടെ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനായ സ്പീക്കർ അതിരാവിലെ തന്നെ ഇന്ന് ഇതിനായി വന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട ഒരു സദസ്സിൻ്റെ മുമ്പിൽ ബഹുമാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇവിടെ വേദിയിൽ ഉള്ള എല്ലാ നേതാക്കളും സംസാരിക്കും. ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ അവരവരുടെ അനുഭവം, തങ്ങളോട് ഉണ്ടായ അനുഭവങ്ങൾ പറയാൻ ധാരാളമുള്ള നേതാക്കളാണ് എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പഴയകാല നേതാക്കന്മാർക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഭവങ്ങൾ തങ്ങളെക്കുറിച്ച് പറയാനുണ്ടാകും. അതുപോലെ തന്നെ തങ്ങളെ അറിയുന്ന പുതിയ തലമുറക്ക് അതിലേറെ അവരോടൊപ്പം അന്നത്തെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ച, ഇപ്പോഴത്തെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ജെൻസി കമ്മ്യൂണിറ്റിയെ, ജനവിഭാഗങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് പ്രായവ്യത്യാസമില്ലാതെ ആബാലവൃദ്ധം ജനങ്ങളെ ഒരുപോലെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ ഒരുപോലെ അവരുടെ ഒക്കെ ഒപ്പം സഞ്ചരിക്കാൻ അനൽപമായ കഴിവുള്ള നേതാവായിരുന്നു പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്. കുട്ടികളെ കണ്ടാൽ അവരൊത്ത്, ചെറുപ്പക്കാരെ കണ്ടാൽ അവരൊത്ത്, അതുപോലെ തന്നെ മുതിർന്ന ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ നാടൻ മനുഷ്യരെ കണ്ടാൽ അവരൊത്ത്, ലോകത്തെ ഏറ്റവും കോളേജ് ആയിട്ടുള്ള അഭ്യസ്തവിദ്യരായ ആളുകളെ കണ്ടാൽ അവരുടെ ഉറ്റ സുഹൃത്ത്, വലിയ കറസ്പോണ്ടൻസ്, വാർത്താമാധ്യമ പ്രവർത്തകർ, അങ്ങനെയൊക്കെയുള്ള ചിന്തകന്മാർ അവരോടൊത്ത്, തങ്ങളല്ല അവർക്ക് തങ്ങളോടൊത്ത് അനവധി സമയം ചെലവഴിക്കാൻ കഴിയുന്ന, കുറേ നേരം സമയം ചെലവഴിക്കാൻ കഴിയുന്ന അറിവ് അദ്ദേഹം ഉള്ള ആളായിരുന്നു. അപ്പോൾ തങ്ങളൊത്ത് ഒരു ദിവസം അബുദാബിയിൽ ഒരു അറബികളുടെ ഒരു കാവ്യ അരങ്ങ്, അതിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. കവിതകളെല്ലാവരും ചെല്ലുന്നില്ല, എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. അറബി കവിതകൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർ, ഈജിപ്ത്, മൊറോക്കോ, സൗദി, അങ്ങനെ പല സ്ഥലത്ത്. അത് ഒരു ഇവിടെയൊക്കെ നമ്മൾ റബീഉൽ അവ്വൽ മാസം മൗലൂദ് ഉണ്ടാകുന്ന പോലെ അവരുടെ ഇടയിലൊരു കസ്റ്റം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിച്ചുകൊണ്ട്, പ്രവാചകനെ ആദരിച്ചുകൊണ്ട് കവിതകൾ ഓരോരുത്തരും പറയുകയും ഓരോ സംഭവങ്ങൾ വർണ്ണിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങായി. നിലത്തിരുന്ന് അവിടെ എണീറ്റ് സംസാരിച്ച് പിന്നെ അവിടെ പോയിരുന്നു ചിലർ കവിത എഴുതുന്നു, ചിലർ പറയുന്നു. അത്ഭുതത്തോടു കൂടി ഒന്നും തിരിയാതെ ഞങ്ങൾ കുറച്ച് ആളുകളെ ഇങ്ങനെ കേട്ടുവിട്ടു. ബഹുമാനായ തങ്ങളവരുടെ ടേൺ എത്തിയപ്പോൾ അതേ മണിയിട്ട് അറബി ഭാഷയിൽ ഇതേപോലെ തന്നെ ഒരു കാവ്യശകലവും ഒരു ചെറിയ പ്രഭാഷണവും നടത്തി. മറ്റുള്ളവരൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയിരുന്നു. കാരണം അത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ഏറ്റവും നല്ല ഉച്ചാരണ ശേഷിയുള്ള അറബി ഭാഷയായിരുന്നു. അത് പിന്നീട് അവർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെയുള്ള ഏത് ജനവിഭാഗങ്ങളോടൊപ്പവും സഞ്ചരിക്കാൻ കഴിവുള്ള മഹാവ്യക്തിയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തെ അനുസ്മരിച്ച് തങ്ങൾ പ്രസംഗിക്കാനിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടിയ, ഇന്നും എല്ലാവരും അനുസ്മരിക്കുകയാണല്ലോ. നമ്മുടെ രാജ്യം ബാബരി മസ്ജിദിൻ്റെ ശേഷമുണ്ടായ കലാപന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ തന്നെ കലാപം ഒട്ടും ഏശാത്ത ഒരു പ്രദേശം ഉണ്ടായെങ്കിൽ, മാതൃകാ യോഗ്യമായ രീതിയിൽ സൗഹൃദം നിലനിർത്തിയെങ്കിൽ അതിൻ്റെ പ്രണേതാവ്, അതിൻ്റെ ഏറ്റവും വലിയ പ്രേരക ശക്തി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു എന്നുള്ളത്
ഇപ്പോഴും എല്ലാവരും ഓർക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെയൊക്കെ ഹർത്താലും ബന്ധും പുലിവാലും ഒക്കെ ആയിരുന്ന കാലത്ത് അന്ന് ഇസ്രയേൽ അതുപോലെ തന്നെ അതുപോലെയുള്ള വലിയ വക്കീൽമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ചാടിക്കടന്ന് പാണക്കാട്ടേക്ക് വന്ന് തങ്ങളുടെ ഒരു ആഹ്വാനം ഉടനുണ്ടാവണം എന്ന് പറഞ്ഞ സംഭവങ്ങൾ, ആഹ്വാനമുണ്ടായി, പ്രവർത്തനമുണ്ടായി. അതിൻ്റെ ഫലമായി വലിയ മാറ്റം ഈ പ്രദേശത്ത് പ്രകടമാവുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ചരിത്രത്തിൽ വ്യക്തിത്വം കൊണ്ട് ഇടം നേടിയ തങ്ങളെയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. സൈനുദ്ദീൻ ഇവിടെ പറഞ്ഞതുപോലെ ഉചിതമായ തരത്തിൽ ഭാവി തലമുറക്ക് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഇടമുണ്ടാവണം. അതെന്ത് എന്നത് തങ്ങളോടൊക്കെ കൂടിയാലോചിച്ചതിന് ശേഷം അത് ഗവൺമെൻറ് മുൻകൈയെടുക്കേണ്ടതാണ്, അതുപോലെ തന്നെ സമൂഹം മുൻകൈയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ആ വിഷയത്തെക്കുറിച്ച് കൂടിയാലോചിച്ച് മുഖ്യമന്ത്രിയൊക്കെ ആലോചിച്ച് തീരുമാനമുണ്ടാവും എന്ന് പറയാൻ എല്ലാവിധ സപ്പോർട്ടും